പയ്യന്നൂർ ഇപ്പോൾ നമ്മൾ കേരള നിയമസഭയിലൂടെ 2026 ഇലക്ഷനിൽ എല്ലാവരും അമ്പരപ്പോടെ അല്ലെങ്കിൽ ആകാംക്ഷയോടെ കണ്ടിരുന്ന അല്ലെങ്കിൽ വിജയിക്കുന്ന ഒരിക്കലും കരുതാത്ത ഒന്നായിരുന്നു പയ്യന്നൂരിലെ കോട്ട, CPM-ന്റെ ഉരുക്കു കോട്ട എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത പയ്യന്നൂരിൽ പുരുഷോത്തമൻ്റെ ഷെഡ് കത്തിച്ച വിവാദം ഉണ്ടായിരുന്നു. വിജയിച്ചതിന് ശേഷം പുരുഷോത്തമൻ്റെ ഷെഡ് കത്തിക്കുന്നു, അത് വലിയ തരത്തിൽ വിവാദം ഉണ്ടായിരുന്നു. അത് മുൻ MLA ടി മധുസൂദനാണ് എന്നുള്ള തരത്തിലേക്ക് കോൺഗ്രസും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞികൃഷ്ണൻ അടക്കമുള്ള ആൾക്കാർ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് KK രാജേഷ് പറയുന്നത് പുരുഷോത്തമൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഞങ്ങൾ ഷെഡല്ല, ഷെഡിന് താഴെയുള്ളത് വരെ മാന്തി എടുക്കാൻ കഴിവുള്ളവരാണ് കണ്ണൂർ പാർട്ടി ജില്ലാ കമ്മിറ്റി എന്നുള്ളതും, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ബാലിശമായ കാര്യങ്ങളൊന്നും ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളതും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഭരിക്കുന്നത് കുഞ്ഞികൃഷ്ണൻ്റെ പോലീസല്ലേ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക, നിങ്ങളുടെ കയ്യിലാണുള്ള പോലീസും എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങളത് തെളിയിക്കുന്നില്ല? അദ്ദേഹം വലിയ തരത്തിലുള്ള വെല്ലുവിളിയെ വിളിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഷെഡ് കത്തിക്കല, വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിത്തറ വരെ ഞങ്ങൾ മാന്തിയെടുക്കും എന്നുള്ളതൊക്കെ അദ്ദേഹം പറയുന്നു. എങ്ങനെയാണ് സാർ ഈ ഒരു വിഷയത്തെ കാണുന്നത്? അല്ല, രാജേഷിൻ്റെ പ്രസ്താവനയ്ക്കെതിരായിട്ട് രാജേഷ് പറഞ്ഞത് തെറ്റാണെന്ന് പറയാം. പക്ഷേ രാജേഷ് പറഞ്ഞതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അവരുടെ സംസാരത്തിൻ്റെ സ്റ്റൈൽ അതാണ് പൊതുവെ. കണ്ണൂരില്ല, ഇവിടെ നമ്മൾ ഇന്നലെ അവരും കണ്ണൂരിൽ നിന്ന് വന്നയാളാണ്. ഇന്നൊക്കെ കുറച്ച് നമ്മൾ അർജുനായങ്കയുടെ ഒരു സംവാദം കേട്ടില്ലേ, വേണമെങ്കിൽ കോടതിയെ വരെ പേടിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു CIA പേടിപ്പിക്കുകയാണ്. ഈ സ്റ്റൈൽ ഇവിടെ എല്ലായിടത്തും ഉണ്ട്. പിണറായി വിജയൻ തൊട്ട് താവട്ടെ എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ തോൽവിയുടെ പ്രധാനപ്പെട്ട ഘടകം ഇത്തരം വെല്ലുവിളി നിറഞ്ഞ സംസാരങ്ങളാണ് എന്ന് തിരിച്ചറിയാൻ ഇവർക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. ഒരു പ്രധാനപ്പെട്ട ഘടകം അത്. ഈ TP ചന്ദ്രശേഖരനെ കൊന്നത് തൊട്ട് ഇങ്ങോട്ട് അപ്പോഴത്തൊട്ടാണ് ജനങ്ങൾ ഇത്രയും വിസിബിളായിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങി. എത്രയോ സംഭവങ്ങളുണ്ടാക്കി. ഇതിൻ്റെ ആൾരൂപമാണ് സ്ത്രീ രൂപമാണ് PP ദിവ്യ. PP ദിവ്യ മോശമാണോ? തനിക്ക് അവിടെ ചെന്ന് വെല്ലുവിളിക്കുന്നത് ഒരു യാത്രയയപ്പ് സമ്മേളനത്തിൽ ചെന്നാണ് വെല്ലുവിളിച്ചിട്ട് പോകുന്നത്. നീ അഴിമതിക്കാരനാണ്, കാശ് മേടിക്കുന്നതിനാണ്, നിന്നെ കാണിയില്ലെന്ന് പറഞ്ഞത് അല്ലേ കളക്ടറെ നവീൻ ബാബുവിനെ. അതാ PP ദിവ്യ. അപ്പം അത് തന്നെ ഇവിടെ വേറെ അർജുനായങ്കി കാണിക്കുന്നു. കോടതിയിൽ നിന്ന് ഞാൻ വിധി മേടിച്ചുകൊണ്ട് അങ്ങോട്ട് വരും, നീ ഒന്നും എന്നാ വിചാരിച്ചാലും എന്നെ ഒന്നും ഉണ്ടാക്കി. അത് തന്നെയാണ് പറഞ്ഞത്. കുഞ്ഞികൃഷ്ണൻ ചോദിക്കുന്നില്ലേ, കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, നിങ്ങളുടെ പോലീസിന് എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? അല്ല, ഒന്ന് വരുമ്പോൾ KK രാജേഷ് പറഞ്ഞ കാര്യം ക്ലിയർ ആണ്. കാരണം ഇത്തരത്തിൽ വലിയ വിവാദം ഉണ്ടാക്കിയിട്ടാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടി മാറുന്നതും സ്വതന്ത്രനായി മത്സരിക്കുന്നത്, UDF പിന്തുണ കൊടുക്കുന്നത്, പിന്നീട് അദ്ദേഹം വിജയിക്കുന്നത്. കണ്ണൂരിൻ്റെ ഉരുക്കുകോട്ടയിൽ നിന്ന് അദ്ദേഹം പയ്യന്നൂരിൽ വിജയിച്ച് കയറുന്നത് അടക്കം വലിയ തരത്തിലുള്ള ആകാംക്ഷകൾ ബാക്കിയെന്നായിരുന്നു. അന്ന് പാർട്ടിയിലെ ഫണ്ട് തട്ടിപ്പ് കേസൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ മാത്രമല്ല, അന്ന് ആ ഷെഡ് കത്തിച്ചത് വലിയ ചുമരെഴുത്ത് എഴുതുന്നു, അത് പിറ്റേ ദിവസം വന്ന് ചുമരോടുക്കനെ CPM പ്രവർത്തകരെ ചുമര് പൊളിച്ച് കളയുന്നു. അപ്പോൾ പിന്നീട് കൊടുത്ത ആൾക്കാരുടെ ഷെഡ് കത്തിക്കുന്നു. അങ്ങനെ പല വലകളും അതിലുള്ള പല സാധനങ്ങളും എന്തൊക്കെ കത്തിക്കുന്നു. ഇപ്പോൾ പറയുന്നത് അതൊക്കെ CPM-കാർ ചെയ്തതാണ് എന്നുള്ള രീതിയിലായിരുന്നു കുഞ്ഞികൃഷ്ണൻ നിലവിലെ MLA പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അപ്പോൾ അദ്ദേഹം ഇതൊക്കെ പറയുമ്പോൾ മധുസൂദൻ മുൻ MLA-യുടെ മേലോട്ടടി സാധനങ്ങളെല്ലാം ചൂണ്ടുന്നത്. അപ്പോൾ അവർക്കൊരു പ്രൊട്ടക്ഷൻ കൂടിയാണ് KK രാജേഷ്, അതായത് ജില്ലാ കമ്മിറ്റി അംഗമായ CPM-ന്റെ KK രാജേഷ് കൊടുക്കുന്നത്. നിങ്ങൾ ഷെഡ് കത്തിച്ചു എന്നല്ല, ഞങ്ങൾ കത്തിക്കുമ്പോൾ ഇത്ര ചെറിയ സാധനങ്ങൾ ഞങ്ങൾ ചെയ്യില്ല, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിത്തറ വരെ ഞങ്ങൾ മാന്തിയെടുക്കും. അത് ചെയ്യാത്ത കാര്യമാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ മധുസൂദനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്നത്, പോലീസ് എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അടക്കം പിൻബലത്തിൽ 102ഓളം ഒരു MLA അദ്ദേഹം കൂടിയാണ്. അപ്പോൾ അദ്ദേഹം അടക്കം പിന്തുണ കൊടുക്കുന്ന UDF-ന്റെ കയ്യിലാണ് ഇപ്പോൾ പോലീസ് ഇരിക്കുന്നത്, ആഭ്യന്തര വകുപ്പ് ഇരിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ടും നാളിതുവരെ ഏകദേശം 3 മാസത്തോളമായി ഭരണത്തിൽ കയറിയിട്ട്. അപ്പം ഈ പറഞ്ഞ പോലെ അന്ന് ആ കേസ്, ഈ ഷെഡ് കത്തിച്ച കേസിൽ ഇതേവരെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാജേഷിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ക്ലിയർ അല്ലേ? അല്ല, എൻ്റെ രാജേഷിൻ്റെ ഭാഗത്ത് ഒന്നും എല്ലാ കേസുകളും ഇവിടെ നടക്കുന്ന എല്ലാ കേസുകളും ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു RSS-കാരനെ CPM-കാർ കൊന്നു. ഉടൻ RSS-ൻ്റെ ഒരു സഞ്ചാലകൻ്റെ ആരുടെയെങ്കിലും പ്രസ്താവന വരികയാണ്, ഇത് കൊന്നിരിക്കുന്നത് CPM-കാരാണ്, ഒരു പ്രസ്താവന, അല്ലെ SDPI-കാരാണ്, ഒരു പ്രസ്താവന അങ്ങ് വരികയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവനങ്ങനെ പ്രസ്താവന നടത്താൻ പാടില്ല. കൃത്യമായ അറിവ് വേണം. ഒന്ന്, ആ അറിവില്ലെങ്കിൽ ആദ്യത്തെ സാക്ഷി, അപ്പോൾ ആ കേസിൽ ഇവരാ കൊന്നെന്നറിയാവുന്ന ആദ്യത്തെ സാക്ഷി ആരായിരിക്കണം? ഇവിടെ രാജേഷ് ഇപ്പോൾ വെല്ലുവിളിക്കുക, പരസ്യമായിട്ട് വെല്ലുവിളിക്കുക, ഞങ്ങൾ ചെയ്യില്ലെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ മുമ്പിൽ 100 അനുഭവം, ഇങ്ങനെ കണ്ണിന് കണ്ണ് മൂക്കിന് മൂക്ക് എന്നുള്ള രാഷ്ട്രീയമുണ്ട്. ഇത് ഒരു കണ്ണും നമ്മുടെ എടുത്തില്ലെങ്കിൽ പോലും മറ്റവൻ്റെ കണ്ണെടുക്കുക എന്നുള്ള രാഷ്ട്രീയമുണ്ട്. TP ചന്ദ്രശേഖരൻ ആരും തല്ലാനും കൊല്ലാനും പോയിട്ടില്ല, പക്ഷേ അയാൾ ഇല്ലാതാക്കി. അപ്പോൾ ഒന്നോർത്തോളൂ, ഇവർ പിന്തുടരാൻ പോകുന്ന രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള അവിടെ ഉണ്ടാകാൻ പോകുന്ന വെടിവെച്ചുള്ള മുന്നറിയിപ്പായിരുന്നു TP ചന്ദ്രശേഖരൻ്റെ വധം.
അപ്പോൾ ഇവിടെ പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ രാജേഷ് പ്രസംഗിച്ചു എന്ന് പറഞ്ഞത് നേരെ അതിൻ്റെ ആവർത്തനം, അതിൻ്റെ പ്രാക്ടിക്കൽ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു ഏത് ടി പി ചന്ദ്രശേഖരൻ്റെ വധം. അതിൻ്റെ ഒരു നാട്ടിലുള്ള എല്ലാവർക്കും ഒരു ഭയത്തിൻ്റെ മെസ്സേജാണ് അയച്ചത്. 52 പേരെ കൊന്നത് അല്ലേ? 51 വയസ്സുകാരനെ 52 വെട്ടി കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരു വെട്ടോ അല്ലെ 2 വെട്ടോ അല്ലെ 5 വെട്ടോ 10 വെട്ട് വീണ്ടും വെട്ടണമെങ്കിൽ അപ്പം ഇത് ക്രൂരത ക്രൂരത വാക്ക് ശരിയായില്ല, പൈശാചികത എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അതിന് പ്രധാനപ്പെട്ടതാണ്. അപ്പം അന്ന് നമ്മൾ ചർച്ചയ്ക്ക് ഞാൻ പലയിടത്തും പറയുന്നത് 2 തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഒന്ന് സിവിലൈസ്ഡ് മാർക്സിസ്റ്റ്, സംസ്കാര സമ്പന്നരായ സഖാക്കൾ. മറ്റേത് ബാർബേറിയൻ മാർക്സിസ്റ്റ്, ഏറ്റവും നികൃഷ്ട ജീവികളുടെ മാർക്സിസ്റ്റ്. അപ്പോൾ ഇവിടെ ഇന്ന് കാണുന്നത് കണ്ണൂർ ജില്ലയിൽ, കണ്ണൂർ മാത്രമല്ല ഇപ്പോൾ എല്ലായിടത്തേക്കും വ്യാപിക്കുകയാണ്. കണ്ണൂർ പറ്റാഞ്ഞിട്ടായിരിക്കുമല്ലോ താഴെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്, കോതമംഗലത്തേക്കും എറണാകുളത്തേക്കും ഇയാളെ വിട്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും പാർട്ടി? ഇയാൾക്ക് എന്താ ഇവിടെ ജോലി? കണ്ണൂർ ജില്ലയിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ആരാ പ്രൊട്ടക്ട് ചെയ്യുന്നത്? കാപ്പയെ മാറ്റി അവിടുന്ന് പുറത്താക്കുകയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ എറണാകുളത്തേക്ക് വന്ന് കോതമംഗലത്ത് എങ്ങനെ വരാൻ പറ്റി? അല്ലെ കണ്ണൂർ ജില്ലയിൽ വിടരുന്നുണ്ട് വേറൊരു ജാമ്യ വ്യവസ്ഥ ഉണ്ടെങ്കിലോ? ഇവിടെ നിന്നിട്ട് എറണാകുളത്ത് വന്നു. ആരാണ് ഇവിടെ പ്രൊട്ടക്ട് ചെയ്യുന്നത് കോതമംഗലത്ത്? കോതമംഗലത്ത് പലതിൻ്റെയും കേന്ദ്രമാണ്. വനം കള്ളക്കടത്ത് തൊട്ട് ചന്ദനം കള്ളക്കടത്ത് തൊട്ട് എല്ലാ തരത്തിലുള്ള കഞ്ചാവ് കൃഷി തൊട്ട് പലതിൻ്റെയും വേണമെങ്കിൽ കോതമംഗലത്തിന് ചുറ്റുവട്ടമുള്ള സ്ഥലങ്ങൾ മുഴുവൻ അതിൻ്റെ പേര് കേട്ടതാണ്. ഇവനിവിടെ പണി തന്നെ സ്വർണം പൊട്ടിക്കൽ സംഘത്തിലുണ്ടായിരുന്നു പറയുന്നുണ്ടല്ലേ? നെടുമ്പാശ്ശേരി വിമാനത്താവളമുണ്ട് കോതമംഗലത്തിൻ്റെ അടുത്ത്. ഈ രാകേഷിനെതിരെ ഈ പറഞ്ഞ പോലെ CPM-ന്റെ പല കമ്മിറ്റികളും പറഞ്ഞത് കണ്ണൂരിൽ പാർട്ടി തോൽക്കാനുള്ള പ്രധാന ഉത്തരവാദിത്വം രാകേഷാണ്. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും പാർട്ടിക്ക് വലിയ തരത്തിൽ തിരിച്ചടി ആയിട്ടുണ്ട് എന്നുള്ളത് CPM കേന്ദ്ര കമ്മിറ്റി പഠിച്ചതാണ്. സംസ്ഥാന കമ്മിറ്റി സാധനമൊന്നും പഠിച്ചിട്ടില്ല. അവർ പഠിച്ചു കഴിഞ്ഞാലും പിണറായി വിജയൻ, രാകേഷ്, MV ഗോവിന്ദൻ ഇവർ 3 പേരും ഒരു അച്ചുതണ്ടാണ്. ഇവർ അങ്ങോട്ടും ഒരു അടുപ്പുങ്കല്ല് കൂട്ടിയ പോലെയാണ് ഇവർ 3 പേരും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഒരു എന്താ പറയുക, ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവർ അങ്ങോട്ട് സഹായിക്കാനുണ്ടാവും. പിണറായി വിജയൻ എപ്പം പ്രതിസന്ധിയിലാവുന്നു അപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ സഹായിക്കാൻ വരുന്നത് രാജേഷായിരുന്നു. അതുപോലെ തന്നെ MV ഗോവിന്ദനാണ്. MV ഗോവിന്ദന് പ്രശ്നം വരുമ്പം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ കേന്ദ്ര കമ്മിറ്റി കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോൾ പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ CPM-ന്റെ പല നേതാക്കന്മാർ, MA ബേബി അടക്കമുള്ള നേതാക്കന്മാർ PBയിൽ നിന്ന് ചർച്ച ചെയ്തപ്പോൾ പലവട്ടം പേരെടുത്ത് പറഞ്ഞ നേതാവ് കൂടിയാണ് ഈ KK രാജേഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും കണ്ണൂർ പോലത്തെ പാർട്ടിയുടെ ഉരുക്കുകോട്ടയിൽ പാർട്ടി ഇല്ലാണ്ടാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്നുള്ളത് CPM കേന്ദ്ര കമ്മിറ്റി കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ പഠിച്ചിട്ടും വീണ്ടും അദ്ദേഹം ഇത്തരത്തിലുള്ള വെല്ലുവിളി വിളിക്കുമ്പം അത് പാർട്ടി ഒന്ന് അദ്ദേഹം പറയുന്നതിൽ കാര്യം ഉണ്ടാവാം. അദ്ദേഹത്തിന് പറയാം, കുഞ്ഞികൃഷ്ണൻ്റെ നിലവിലെ MLA-യുടെ ഭാഗമായിട്ടുള്ള UDF സർക്കാരാണ് അവിടെ പോലീസ് കൈയാളുന്നത്. അതുകൊണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാത്തത് എന്താണ്? യഥാർത്ഥ കുറ്റക്കാർ ഞങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തുകൊണ്ട് പോലീസ് ഞങ്ങൾക്കെതിരെ തിരിയുന്നില്ല? ഒന്നാമത്തെ ചോദ്യം ചോദിക്കാം. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹമാണെന്ന് തെളിയിക്കാൻ പറ്റിയ ഒരു കാര്യം ഇവിടെ കയ്യിലില്ല. അപ്പം ഇങ്ങനത്തെ 2 വശങ്ങളവിടെ കിടക്കുന്നുണ്ട്. ഇവിടുത്തെ അർജുനായെങ്കിൽ ഗോതമംഗലത്തെ പോലീസിനെ എങ്ങനെ വെല്ലുവിളിച്ചോ? ആ വെല്ലുവിളി തന്നെ രാജേഷോടെ പറയുന്നത്, നിങ്ങൾക്ക് പോലീസിനെ എന്തുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല? ഒരു ചലഞ്ചല്ലേ? അത് ചലഞ്ചാണ്. അത് ഏറ്റെടുക്കുക എന്നുള്ളത് UDF അതിൻ്റെ ഇവിടുത്തെ പോലീസ് സംവിധാനം എന്താണെന്നുള്ളതിനെക്കുറിച്ച് സതീശനും രമേശും പഠിക്കേണ്ടിയിരിക്കുന്നു. ഇവരെ സതീശനും രമേശിൻ്റെ അഭിപ്രായങ്ങൾക്ക് ഇവർ എന്ത് വില കൊടുക്കുന്നുണ്ട്? അപ്പം ഇത് വലിയ ഒരു ഭരണകക്ഷിയെ അല്ലെങ്കിൽ UDF-ന്റെ ഭരണത്തെ ടെസ്റ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട മാർഗമായിട്ട് ഇത് മാറും. നിയമസഭ എല്ലാ ഗവൺമെൻറ്റുകൾക്കും 2 കാര്യങ്ങളാണ്. 1 അഴിമതി, 2 ക്രമസമാധാനം. ഇവിടെ ക്രമസമാധാന രംഗത്ത് എന്ത് ചെയ്യാൻ പറ്റും? കുറേ കഞ്ചാവ് വിളിക്കുന്ന പിള്ളേരെ പിടിച്ചിട്ട് കാര്യമുണ്ടോ? വൻപന്മാരെ ആരെയും പിടിച്ചിട്ടില്ല, വമ്പന്മാരെ ആരെയും തൊടാൻ പറ്റിയിട്ടില്ല. പള്ളിക്കൂടത്തിൽ പിടിക്കുന്ന പിള്ളേരെ, ബസ് കണ്ടക്ടർമാരെ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇവരുടെ പുറകെയാണ് പോലീസ് നടക്കുന്നത്. എത്ര കിലോ പിടിക്കാൻ പറ്റിയിട്ടുണ്ട് മൊത്തം? മയക്കുമരുന്നാണെങ്കിലും ഇതാണേലും. രാജേഷ് ഈ പറഞ്ഞതിൽ നല്ലൊരു കാര്യം എനിക്ക് തോന്നിയത് ഈ പറഞ്ഞ പോലെ പോലീസിനെ വെല്ലുവിളിക്കുന്നു എന്നുള്ളതാണ്. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കണ്ടുപിടിക്കട്ടെ. ഇപ്പോൾ ഭരണം ഇവരുടെ കയ്യിലാണല്ലോ. അത് പോലീസ് ചെയ്യുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞത് ന്യായമായ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വേണ്ടി വന്ന അടിത്തറ വരെ ഞങ്ങൾ മാന്തും. രണ്ട് ഫിഷ്. ഒന്ന് പോലീസിനോടുള്ള വെല്ലുവിളി, ഞങ്ങളെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക എന്നുള്ളൊരു വെല്ലുവിളി. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില എഴുതി വയ്ക്കും, ഇത്രാം തീയതി ഇത്ര മണിക്ക് തന്നെ ഞാൻ കൊല്ലും, അല്ലേ? വലിയ മുന്നറിയിപ്പൊക്കെ. അതുപോലെ ഇവരുടെ സ്റ്റൈല്. ഒരു 3-4 പേരെ ദിലീപ് കൊല്ലുന്നൊരു സിനിമയുണ്ടല്ലോ, പേര് മറന്നുപോയി. അവിടെ എഴുതി നേരത്തെ മുൻകൂട്ടി പറയാറ്, നാളെ 8 മണിക്ക് നിന്നെ കൊന്നിരിക്കും എന്ന് നേരത്തെ മുൻകൂട്ടി അറിയാം. ആ സ്റ്റൈലാണ് ഇവരുടെ. അതായത് എങ്ങനെ ഒരു അധോലോക സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ആ രീതിയിലാണ് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. പാർട്ടിക്ക് കേഡേഴ്സ് വേണ്ട. പണ്ടൊക്കെ കേഡേഴ്സ് വേണമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള കുഴപ്പം, CPM മനസ്സിലാക്കാൻ പറ്റില്ലാത്തൊരു കുഴപ്പം, ഈ അധോലോകത്തിൻ്റെ സർവീസ് പർച്ചേസബിളാണ്, വാങ്ങിക്കാം. ഇവിടെ ഇല്ലെങ്കിൽ മംഗലാപുരത്ത് നിന്ന് മേടിക്കാൻ വേറെ കൊള്ളാവുന്നവർ. ഇവിടുത്തെ പിള്ളേരെക്കാൾ ടൂൾസും സാധനങ്ങളും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന പിള്ളേർ മംഗലാപുരത്ത് കാണും. അവരെ വരുത്തിയാൽ മതി ഇവരെ നേരിടാൻ.
പാർട്ടി തിരിച്ചടിക്കേണ്ടെന്നേ. ഇപ്പം അങ്ങനെയുള്ള പാർട്ടിയുടെ ലെവൽ സംഘടനകളിലുണ്ടോ? ചെറിയ വല്ലപ്പോഴൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ. പ്ലാൻ ചെയ്തുള്ള എല്ലാ സംഘടനയും കൊട്ടേഷൻ ഗ്യാങ്ങിൻ്റെ പെരുമാറ്റം. അതെങ്ങനെ ഉണ്ടായത്? അവിടെയാണ് പോലീസിൻ്റെ കൺവീനിയൻസ്. ഒന്നുകിൽ പോലീസിനെ വന്ധ്യംകരിച്ചു, ഒന്നിനും കൊള്ളാത്തവന്മാരാക്കി. ആര്? കഴിഞ്ഞ 10 വർഷം കൊണ്ട് പോലീസിൻ്റെ ഏത് അംഗൻവാടിയിലെ SFI പയ്യൻ വന്നിട്ട് ഒരു കവളത്തൊരടി തലക്കെട്ടൊരടി കൊടുത്തിട്ട് പോയാലും ചിരിച്ചുകൊണ്ട് നിൽക്കാൻ മാത്രമേ നമ്മുടെ പോലീസിന് കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയാണത്. ആ രീതിയിലാക്കി പോലീസിനെ വന്ധ്യംകരിക്കാൻ ഒന്നും കൊള്ളാത്ത വർഗ്ഗമാക്കി എടുത്തു. ഇനി അവർക്ക് ഊർജ്ജമായി വയാഗ്ര എന്തെങ്കിലും കൊടുത്ത് അവരെ ഊർജ്ജസ്വലമാക്കി രംഗത്ത് കൊണ്ടുവരണം. അതിന് UDF-ന് സാധിക്കുന്നുണ്ടോ? സതീശന് സാധിക്കുന്നുണ്ടോ? MS ചെന്നിത്തലയ്ക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് നോക്കണ്ടേ. അത് സാധിക്കുന്നില്ലെങ്കിൽ രാജേഷിനെ പോലുള്ളവരുടെ പ്രസ്താവന നടത്ത കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു, സ്വാഭാവികമായിട്ട് കുഞ്ഞികൃഷ്ണന് ശത്രുക്കളില്ല, പാർട്ടിയായിട്ട് ഏറ്റവും നല്ല ബന്ധം. കുഞ്ഞികൃഷ്ണൻ ഇപ്പോൾ ആക്രമിക്കേണ്ട വേറെ ആവശ്യം ആർക്കും ഇല്ലല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കല്ലാതെ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യനോട്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒരു മനുഷ്യനോട് ശത്രുത തോന്നിയില്ല. ധൻരാജിൻ്റെ കുടുംബക്കാർക്ക് പോലും ശത്രുത തോന്നിയില്ല. അവർക്ക് സ്നേഹമേ തോന്നുള്ളൂ. സത്യം പറഞ്ഞല്ലോ, ഞങ്ങളുടെ പയ്യനെ കൊന്നിട്ട് അതുപോലും വിറ്റ് കാശാക്കിയ ഒരു വിഭാഗം, അത് മാർക്സിസ്റ്റ് പാർട്ടിയല്ലെന്ന് പറയുകയില്ലല്ലോ. ഫണ്ട് കൈകാര്യം ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിയാണല്ലോ. ആ ഫണ്ട് എവിടെ പോയെന്ന് പറയണ്ടേ? ഫണ്ട് കൈകാര്യം ചെയ്ത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ധനരാജ് രക്തസാക്ഷിത്വ ഫണ്ട് പിരിവുമായിട്ട് നടന്നത്. ആ ഫണ്ട് എവിടെ പോയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ല, രാജേഷ് ചോദിക്കുന്ന കാര്യം മുൻ MLA മധുസൂദനൻ അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഈ പറഞ്ഞ പോലെ ഷെഡ് കത്തിച്ചതെന്നാണ് ഇവർ പറയുന്നത്. സ്വാഭാവികമായിട്ടും മധുസൂദനൻ തന്നെയായിരുന്നു അടുത്ത വർഷത്തിൻ്റെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. അല്ല, KK രാജേഷ് അതിന് തെളിവ് എന്താണെന്ന് ചോദിക്കുന്നത്. എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്താണ് നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആരോപിക്കുന്നതെന്ന് ചോദിക്കുന്നത്? തെളിവില്ലാത്ത പക്ഷം വെറുതെ വായി തോന്നിയത് വിളിച്ച് പറയുന്ന രീതി ആവില്ലെന്ന് ചോദിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലീസ് നിങ്ങളുടെ കയ്യിലാണ്. തെറ്റ് ചെയ്തത് ഈ പറഞ്ഞ മധുസൂദനെ കാണുന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് അമിത്ഷാ പറഞ്ഞിട്ടാണ് ഡൽഹിയിലെ വിദ്യാർത്ഥികളെ സമരം ചെയ്ത് തല്ലുന്നെന്ന് പറയുന്നത്. എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്? അമിത്ഷാ പറഞ്ഞ് നമ്മളാരെങ്കിലും കേട്ടോ? ആ രീതിയിലുള്ള ചോദ്യമാണ് ആര് ചോദിക്കുന്നത്? രാജേഷ് ചോദിക്കുന്നത്. ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്ന നായകനും വില്ലനും ഉണ്ട്, അല്ലെ അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരുണ്ട്. ആ സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ആരാ? ഇവിടെ കുഞ്ഞികൃഷ്ണനോട് വിരോധം തോന്നേണ്ട ആരാ? ഫസ്റ്റ് എൻക്വയറി അങ്ങോട്ടാണ് പോകുന്നത്. CPM-ഉം CPM-ൻ്റെ അണികൾക്കുമാണ് വിരോധം തോന്നുന്നത്. അതിൻ്റെ റിഫ്ലക്ഷനായിട്ട് നമ്മൾ ന്യായമായിട്ട് വ്യാഖ്യാനിക്കുക. അല്ലെങ്കിൽ മറിച്ചല്ലെങ്കിൽ കണ്ടുപിടിച്ച് വരട്ടെ. വരട്ടെന്നേ. അത് തന്നെ അദ്ദേഹം പറയുന്നത്, അങ്ങനെ കണ്ടുപിടിക്കട്ടെ. അതിന് ഇത്ര ബഹളം വെക്കും, ഇത്ര മിനിറ്റ് കൊണ്ട് കണ്ടുപിടിക്കാം. അഭിമന്യു കേസ് ഇതുവരെ വിധി വന്നിട്ടില്ലുണ്ടോ? ഇല്ല. അതിനകത്ത് വീണ്ടും ചാർജ് വകുപ്പുകൾ മുഴുവൻ ഒഴിവാക്കി. അതിന് പരാതിയില്ലേ? അഭിമന്യുവിനെ രക്തസാക്ഷിയാക്കി കണ്ടുപിടിക്കണ്ടേ? ഇവർക്ക് എന്ത് കണ്ടുപിടിക്കാത്ത? ഇവരാണല്ലോ പരിശീലനം. 10 വർഷം ഇവരല്ലായിരുന്നോ? എന്നിട്ടും പുറത്ത് വന്ന് വാചടിക്കുക. അത് കേൾക്കാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഇവിടെ ഇത് എങ്ങനെ തിരിഞ്ഞു വന്നാലും കുഞ്ഞികൃഷ്ണൻ അവിടെ ഇത്രയും എതിർപ്പുണ്ടായിട്ട്, ഇത്രയും കള്ളപ്രചരണങ്ങൾ കുഞ്ഞികൃഷ്ണനെതിരായിട്ട് ഏതെല്ലാം തരത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാവോ അവിടെ എല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടും കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിൽ നിന്ന് ജയിച്ചു എന്ന് കല്ലേ കൊത്തിവെച്ച സത്യമാണ്. അത് മായ്ച്ചു കളയാൻ എളുപ്പമല്ല. അത് രാജേഷും MV ഗോവിന്ദനും പ്രകാശം മാസ്റ്ററും പിണറായി വിജയനും കൂടെ വിചാരിച്ചാൽ പോലും സാധിക്കില്ല. അതൊരു സത്യമാണ്.